പാപിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞ ഇ.പി. ജയരാജൻ ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവാദത്തിൽ ഇ.പിയെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് CPM. നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് ഇ.പി. പറഞ്ഞാൽ തീരുന്നത്ര നിസ്സാരമായിരുന്നു ഈ പ്രശ്നം. എന്തുകൊണ്ട് ഇ.പിക്കെതിരെ നടപടിയില്ല? പൊതുതെരഞ്ഞെടുപ്പ് ദിവസം യഥാർത്ഥത്തിൽ CPMന്റെ എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കിയ ഒരു ആരോപണമായിരുന്നു ഇ.പി. ജയരാജൻ, അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDFന്റെ കൺവീനർ, സംസ്ഥാനത്ത് തന്നെ CPMന്റെ തലമുതിർന്ന നേതാവ്, BJP നേതാവായ പ്രകാശ് ജാവദേക്കറുമായി ദല്ലാൽ നന്ദകുമാറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു വിവരം അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. അത് മകന്റെ ഫ്ളാറ്റിലേക്ക് അവർ വരുന്നു, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അന്ന് പൊട്ടിയൊരു രാഷ്ട്രീയ ബോംബ് കൂടിയായിരുന്നു. പക്ഷെ നോക്കൂ ശ്രീജ, ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയാണ് ആ കൂടിക്കാഴ്ചയിൽ യാതൊരു വിധത്തിലുമുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് തോന്നുന്നു MV ഗോവിന്ദൻ അതിന്ന് വിശദീകരിച്ചത് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പാർട്ടി ആ വിഷയത്തെ കണ്ടത് എന്ന് മനസ്സിലാകും. ഇങ്ങനെയാണ് അദ്ദേഹം ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് പറഞ്ഞത്. ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അപ്പം ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. പറഞ്ഞത് അത്ര നിഷ്കളങ്കമാണ്. നോക്കൂ സായി, നമുക്ക് ഈ വാക്കുകൾ കേട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അതിൽ വലിയ തെറ്റൊന്നും പാർട്ടി കാണുന്നില്ല. ജയരാജനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ CPM എന്തായാലും എടുക്കുന്നത്. ഈ നന്ദകുമാറുമായുള്ള സൗഹൃദം തെറ്റാണെന്ന് അതേസമയം പാർട്ടി വിലയിരുത്തുന്നുമുണ്ട്. ഈ നന്ദകുമാറുമായുള്ള സൗഹൃദം തെറ്റാണ്, ആ സൗഹൃദം അവസാനിപ്പിക്കാൻ പാർട്ടി നിർദ്ദേശം കൊടുത്തു. ആ സൗഹൃദം അദ്ദേഹം നേരത്തെ തന്നെ അവസാനിപ്പിച്ചു. അത് ജയരാജൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. എന്ത് നിഷ്കളങ്കമാണ് കാര്യങ്ങൾ, എത്ര നിസ്സാരമാണ് കാര്യങ്ങൾ. പക്ഷേ ഇ.പി. BJPയിലേക്ക് പോകുന്നു എന്ന് പ്രചാരണം നടത്തിയ, അല്ലെങ്കിൽ അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ, നന്ദകുമാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കും എന്ന് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനവും പാർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടി എടുക്കില്ല, ജയരാജൻ പോകുന്നതിനെ പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പൊ അതായത് ഇത്ര നിസ്സാരമായ ഒരു കാര്യം ഇത്ര പെട്ടെന്ന് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് സമയം കളഞ്ഞു എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു, ഇത്ര നിഷ്കളങ്കമാണോ സഖാവെ ആ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ഗോവിന്ദ മാഷ് തന്നെ പറയുകയാണ് ആ നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞ ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നന്ദകുമാറിനെ അൺഫ്രണ്ട് ചെയ്താൽ ഇ.പി. ശുദ്ധനായി എന്നുള്ളതാണ് പാർട്ടി പറയാതെ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. പാപിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് പറഞ്ഞത് ഇ.പിയെ ഉദ്ദേശിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിണറായി അത് കൃത്യമായി പറയുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി ചെന്ന് ചാടുന്ന സ്വഭാവം ഇ.പിക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് യഥാർത്ഥത്തിൽ ഇ.പി. ജയരാജനെതിരെ ഒരു നടപടി നമ്മൾ കൃത്യമായി മണത്തിരുന്ന നടപടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പാർട്ടി അത് വലിയ രീതിയിൽ ലഘൂകരിക്കുകയാണ്. ഇപ്പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പാർട്ടി ലഘൂകരിക്കുമ്പോൾ ഇനി എന്തായാലും ഇ.പിക്കെതിരെ ഒരു നടപടി നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി എടുക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. ഉറപ്പായും ഈ വിവാദം ഒരു തരത്തിലും പാർട്ടിയെയോ അല്ലെങ്കിൽ മുന്നണിയെയോ, LDF കൺവീനർ കൂടിയാണ് അദ്ദേഹം, അപ്പോൾ പാർട്ടിയെ ഇത് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് പാർട്ടി വിലയിരുത്തുന്നു. നന്ദകുമാറുമായുള്ള ബന്ധം മാത്രമാണ് ഇതിൽ CPM തെറ്റായി കാണുന്നത്. ആ ബന്ധം നേരത്തെ തന്നെ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ അധ്യായം തീർന്നു എന്ന് വിലയിരുത്തുകയാണ് പാർട്ടി. പ്രകാശ് ജാവദേക്കറെ പോലെ ഒരു മുതിർന്ന BJP നേതാവിനെ കണ്ടതിലൊന്നും പാർട്ടി CPM ഒരു തെറ്റും കാണുന്നില്ല. രാഷ്ട്രീയ എതിരാളികളെ ഒന്ന് കാണുകയോ അവരോടൊപ്പം ഒന്ന് ഇരുന്ന് ഒരു ചായ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമെന്ന് പാർട്ടി കണക്കാക്കുന്നില്ല എന്നതാണ് ഇതിന് MV ഗോവിന്ദൻ നൽകുന്ന വിശദീകരണം. അതൊക്കെ ഒരു പൈങ്കിളി സങ്കല്പമാണെന്നത് കൂടി
വിശദീകരിച്ച് വെക്കുന്നുണ്ട്. അതെ, പാർട്ടി സൈദ്ധാന്തികൻ കൂടിയായ എം വി ഗോവിന്ദൻ. അതെ, സൈദ്ധാന്തികമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം, അപ്പോൾ പണ്ട് പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം ചായ കുടിച്ചതിനെ വളരെ ദിവസങ്ങളുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ആയുധമാക്കിയ പാർട്ടിയാണ്. അപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് അത് രണ്ട് വിഷയമാണ് എന്നാണ്. പക്ഷേ നന്ദകുമാറുമായി ഇവിടെ ഒന്നിലധികം തവണ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നന്ദകുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മളുടെ മുന്നിലും ആ വിഷയങ്ങളുണ്ട്. കുറെ അധികം കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് നന്ദകുമാറിനെ സൗഹൃദം പോലും വെച്ച് പുലർത്താൻ കഴിയാത്ത ഒരാളായിട്ടാണ് CPM മുഖ്യമന്ത്രിയും കാണുന്നത്. അങ്ങനെ ഒരാളുമായി ഇത്രയധികം നാൾ നീണ്ട ഒരു ബന്ധം ഇ.പി. പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇ.പിക്കും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഇത് പരിശോധിച്ചിട്ടുണ്ടാകുമോ? ഇന്നത്തെ ഒരൊറ്റ യോഗത്തിൽ തീർപ്പാക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലല്ലോ അത്. ഈ പ്രവർത്തകർക്കിടയിൽ പോലും നമുക്കറിയാമല്ലോ, CPM അനുഭാവികളും അണികളും അല്ലെങ്കിൽ CPM-നെ നിരീക്ഷിക്കുന്നവരുമായി എത്രയോ പേരോട് സംസാരിക്കുന്നവരാണ് നമ്മളൊക്കെയും. അപ്പോൾ ഈ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ രോഷവും അവർക്ക് അന്നത്തെ ദിവസം, ആ തെരഞ്ഞെടുപ്പ് ദിവസം വലിയ രീതിയിൽ അവരെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഇ പി ജയരാജന്റെ അന്ന് രാവിലെയുള്ള തുറന്നു പറച്ചിലും അതിന് തൊട്ട് പിന്നാലെ ഉണ്ടായ പിണറായിയുടെ പ്രതികരണവും ഒക്കെ. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പരസ്യമായി സമ്മതിച്ചത് ഇ പി ജയരാജൻ തന്നെയാണ് അന്നത്തെ രാവിലെ. പക്ഷേ അത് നടന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം നടന്നു, അത് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് പാർട്ടി സെക്രട്ടറി അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ അതിനത്ര നിഷ്കളങ്കമായോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി കരുതുന്നത് പോലെ പറയുന്നത് പോലെ അത്ര നിസ്സാരമായോ നിഷ്കളങ്കമായോ അല്ല മുഖ്യമന്ത്രി കണ്ടിട്ടുള്ളത് എന്നത് നമുക്ക് അന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. ഈ വിവാദം കത്തി നിൽക്കുമ്പോഴൊന്നും നന്ദകുമാറിനെ ജയരാജൻ തള്ളിക്കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തള്ളി പറഞ്ഞിട്ടില്ല. നന്ദകുമാർ ഒരു പ്രശ്നക്കാരനാണെന്ന പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു വാചകം പോലും ഇ പി ജയരാജൻ ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരുപക്ഷെ സമ്മർദ്ദത്തിന്റെ ഒരു ഫലമൊക്കെ ആയിട്ട് നന്ദകുമാറിനെ അദ്ദേഹം തള്ളിപ്പറയുന്നത്. ഇപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് CPM പറയുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും ഈ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്ന അതേ സമയത്ത് തന്നെ ശോഭ വാർത്താ സമ്മേളനം നടത്തി ഇത് ആവർത്തിക്കുകയാണ്. ഒരു തവണയല്ല 3 തവണയാണ് തന്നെ വന്ന് കണ്ടത്. അപ്പോൾ അതായത് അദ്ദേഹത്തിന് പൂർണ്ണ മനസ്സുണ്ടായിരുന്നു പാർട്ടി വിടാൻ. ആ സമയത്ത് വന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോളാണ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിൻവലിപ്പിച്ചത് എന്ന ആരോപണത്തിൽ ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ CPM ഈ വിവാദം ഏറെക്കുറെ അവസാനിപ്പിച്ച രീതിയിലാണ് MV ഗോവിന്ദന്റെ സംസാരത്തിലുള്ളത്. ഇനി ഒരുപക്ഷെ പുതിയ തെളിവുകളൊക്കെ പുറത്തു വന്നാൽ, ഒരുപക്ഷെ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നാൽ ഒരുപക്ഷെ പാർട്ടി അതിലൊരു പുനഃപരിശോധന നടത്തുമായിരിക്കും. ഇതിൽ സായി എനിക്ക് തോന്നുന്നത് ചില പരിമിതികളുണ്ടല്ലോ. അത് CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് ചില പരിമിതികളുണ്ട്. അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റികൾക്ക് ബാക്കിയെല്ലാം കീഴ്ഘടകങ്ങളാണ്. ഈ കീഴ്ഘടകങ്ങൾക്ക് ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കുന്നതിലോ പരസ്യമായി പ്രതികരണം നടത്തുന്നതിലോ ഒക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ നേരത്തെ സായി പറഞ്ഞതുപോലെയുള്ള ഇതിലെ പൊരുത്തക്കേടുകൾ പാർട്ടി പരിശോധിക്കാതെ വിടുന്നത് ഒരു അത്ഭുതകരമായി തോന്നുന്നുണ്ട്. ഇ പിയുടെ മകന്റെ ഉദാഹരണത്തിന്, ഇ പിയുടെ മകന്റെ ഫ്ലാറ്റിൽ പ്രകാശ് ജാവ്ദേക്കറും നന്ദകുമാറും വന്നു എന്ന് ഇ പി പറയുന്നു. ഈ വഴിയെ പോകുമ്പോൾ വെറുതെ കയറിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലല്ലോ ഇ പി ജയരാജന്റെ ഫ്ലാറ്റ്. അതൊന്ന്. 2, ഈ സമയത്തെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇ പി പറയുന്നു 5 മിനിറ്റേ അവിടെ ഇരുന്നിട്ടുള്ളൂ എന്ന്, നന്ദകുമാർ പറയുന്നു 45 മിനിറ്റ് അവിടെ ഇരുന്നു എന്ന് പറയുന്നു. രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ടേ ഇല്ലെന്ന് ഇ പി പറയുന്നുണ്ട്. തൃശ്ശൂരിൽ വെച്ച് ഇ പിയെ കണ്ടു എന്ന് ശോഭ പറഞ്ഞതൊക്കെ പാടെ പാർട്ടിയും ഇ പി ജയരാജനും നിഷേധിക്കുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. MV ഗോവിന്ദൻ നയിക്കുന്ന യാത്ര തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേന്ന് വെണ്ണലയിലെ പരിപാടിയിൽ ഇ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇ പി ആ ജാഥയിൽ പങ്കെടുത്തില്ല. കുറേ ദിവസം തൃശ്ശൂരിലെത്തിയ സമയത്താണ് ഇ പി ആ ജാഥയിൽ ജോയിൻ ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇ പിയെ കണ്ടു എന്ന് പറയുന്ന ദിവസം കൃത്യമായി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ തൃശ്ശൂരിലെത്തിയ സമയമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നന്ദകുമാറുമായി ഇ പി കണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇ പി ജയരാജൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ഈ പറഞ്ഞ നിഷ്കളങ്കമായി അത്ര ഇതിനെയൊന്നും തള്ളിക്കളയാനാവില്ല എന്നത് ഉറപ്പാണ്. അതെ, ഇപ്പൊ പാർട്ടി ഈ വിവാദം, ഈ അധ്യായം അവസാനിപ്പിച്ചാലും പ്രതിപക്ഷം അങ്ങനെയൊന്നും ഈ വിവാദം വിടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഇനിയിപ്പോൾ റിസൾട്ട് വന്നാലും ഒരുപക്ഷെ ചർച്ചയാകാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് ഇവിടെ കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്ന ഇങ്ങനെയൊരു ഡീൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ പാലമാണ് ഇ പി ജയരാജൻ എന്നാണ്. അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ ഡീൽ നടന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇ പിയെ സംരക്ഷിക്കുന്നത് എന്നുള്ള പ്രതികരണം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു.
പ്രതിപക്ഷം എന്തായാലും ഇത് വലിയ ആയുധമാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും പ്രധാനപ്പെട്ട വിവാദമായി ആയുധമായി പ്രതിപക്ഷം എടുത്തുപയോഗിക്കാൻ പോകുന്നത് ഈ വിവാദം തന്നെയായിരിക്കും. ഈ പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, LDFന്റെ ഒരു CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമല്ല EP ജയരാജൻ, LDF എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഒരു മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. ആ മുന്നണിക്കകത്ത് ഇതിപ്പോൾ CPMനെ മാത്രമല്ലല്ലോ അന്നത്തെ ദിവസത്തെ EP ജയരാജന്റെ തുറന്നു പറച്ചിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഒക്കെ ബാധിച്ചിട്ടുണ്ടാവുക. ഈ മുന്നണിയിൽ മത്സരിച്ച മറ്റു പാർട്ടികളെയുമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നാണ് മുന്നണിയിലെ മറ്റു പാർട്ടികൾ വിശ്വസിക്കുന്നത്. CPI നേതാക്കൾ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അത് ഇന്നലെ പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സൗഹൃദം പുലർത്തുന്ന ആൾ കൺവീനറായി ഇരിക്കുന്നത് അവർക്കത്ര താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. ആ താല്പര്യക്കുറവ് മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിലെല്ലാം ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ CPM നൽകുന്ന ഈ രാഷ്ട്രീയ കവചം, സംരക്ഷണ കവചം ഈ മുന്നണിയിലെ മറ്റ് പാർട്ടികളെയും, പ്രത്യേകിച്ച് CPI ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് CPIയെയും ഇത് ഞെട്ടിച്ചു കാണും, എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അതെ, ആ ഒരു ജാഗ്രതക്കുറവ് EP കാണിച്ചില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ബിനോയ് വിശ്വം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM ഫുൾ സ്റ്റോപ്പ് ഇട്ട ഈ വിഷയം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ICL Finco, the intelligent choice.